ഇടുക്കിയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത വരുന്നുണ്ട്. രാഹുൽ വിജയൻ തത്സമയം ചേരുകയാണ്. രാഹുൽ, പൊതുവെ ഹൈറേഞ്ച് മേഖലയിലും ഇടുക്കിയുടെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ തന്നെ തോരാ മഴയാണ് എന്ന് മനസ്സിലാക്കുന്നു. രാവിലെ തന്നെ നമ്മുടെ ഈ ഷട്ടറുകൾ തുറന്ന വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ലേറ്റസ്റ്റായി ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഒരു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു, റോഡ് അപകടാവസ്ഥയിലായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അത് പള്ളിവാസലിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയെ തുടർന്നാണ് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് റോഡ് വീതി കൂട്ടി മണ്ണിട്ട് അതിനുവേണ്ടി നിർമ്മിച്ച റീടേണിംഗ് വാളാണ്, കോൺക്രീറ്റ് റീടേണിംഗ് വാളാണ്. ഇവിടെ നേരത്തെ ഒരു അപകടമുണ്ടായി, ഈ കോൺക്രീറ്റ് റീടേണിംഗ് വാൾ ഇടിഞ്ഞു പോയിരുന്നു. രണ്ടാമത് നിർമ്മിച്ച റീടേണിംഗ് വാളാണ് ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. റോഡ് അപകടാവസ്ഥയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ട് മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അത് കട്ടിംഗ് സൈഡാണ് ഇടിഞ്ഞതെങ്കിൽ ഇത് ഫില്ലിംഗ് സൈഡ് ഇടിഞ്ഞ് താഴേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിൽ നിർമ്മാണത്തിന്റെ അപാകതയുണ്ട്. കാരണം യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളും ഈ മണ്ണിൽ നടത്താതെയാണ് കോൺക്രീറ്റ് കെട്ട് ഉയർത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആ കെട്ടാണ് ഇപ്പോൾ എന്തായാലും ഇടിഞ്ഞ് നീങ്ങിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ളൊരു നഷ്ടം ആ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇനി മഴ ശക്തമാവുകയാണെങ്കിൽ ആ മണ്ണ് കൂടുതൽ തേയിലത്തോട്ടത്തിലേക്ക് ഒഴുകി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ദേശീയപാതയുടെ ഈ പള്ളിവാസൽ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തേക്കുള്ള യാത്രയിൽ ഒരു വശത്ത് അത് വലിയ തരത്തിൽ അപകടമുണ്ടാക്കുന്ന വിധത്തിൽ ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതാണ്. അല്ല എങ്കിൽ അതിന് തൊട്ട് ചേർന്നുള്ള ഭാഗവും വീണ്ടും രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.